തിരുമൂലദേവന്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ ശൈവ വിഭാഗത്തിലെ അടുത്ത ഒരു ഭാഗത്തിലേക്ക് അശുദ്ധ ശൈവത്തിലേക്കാണ് നാം കടക്കുന്നത്. ഈ അശുദ്ധ ശൈവവും ശുദ്ധ ശൈവവും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. ഈ വിഭാഗത്തിൽപ്പെട്ട ശിവയോഗികളുടെ ബാഹ്യ ആഡംബരങ്ങളിൽ മാത്രം, അതായത് ബാഹ്യമായ ധരിക്കുന്ന വേഷവിധാനങ്ങളിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ ശുദ്ധ ശൈവത്തിലെ യോഗിമാരും അശുദ്ധ ശൈവത്തിലെ യോഗിമാരും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ ഇവർ ഈ അശുദ്ധ ശൈവത്തിൽപ്പെട്ട യോഗികൾ, ശിവയോഗികൾ, അവർ അവരുടെ വേഷവിധാനത്തിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് നോക്കുക. വേഷവിധാനം: കാതിൽ പൊന്നാൽ ചെയ്ത 2 കടുക്കൻ അണിഞ്ഞിരിക്കും. പിന്നെ അവരുടെ വസ്ത്രം, തിരുമേനിയിൽ ഇടുപ്പ് ചുറ്റി ഒരു ആട ഉണ്ടായിരിക്കും. അതിനെ ചുറ്റി അതിന് മുകളിലായി മറ്റൊരാടയും ഉണ്ടായിരിക്കും. പിന്നെ ഇവർ ഗുരു ഉപദേശിച്ച മാർഗത്തിലൂടെ ശിവമന്ത്രം ഓതി ഓതി ശിവസിദ്ധരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അശുദ്ധ ശൈവത്തിൽപ്പെട്ട ശിവയോഗികളുടെ വേഷവിധാനത്തിലും ആ ഗുരുക്രമത്തിലും മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. മാർഗം അല്പസ്വല്പം വ്യത്യാസമുണ്ടെങ്കിലും ലക്ഷ്യം ശൈവം തന്നെയാണ്. അതുകൊണ്ട് അശുദ്ധ ശൈവത്തെയും വ്യാഖ്യാതാക്കൾ ശുദ്ധ ശൈവത്തിൽ തന്നെയാണ് പെടുത്തുന്നത്. നമുക്ക് നോക്കാം. കണ്ടങ്ങൾ 9 കണ്ട് അവർ കണ്ടതാകും. കണ്ടങ്ങൾ 9 കണ്ടോരാരും പൊരുളു കാണും. ഖണ്ഡങ്ങളെല്ലാം കണ്ടോർ ഖണ്ഡിക്കപ്പെടാതെ അഖണ്ഡത്തെ കണ്ടോരു ശുദ്ധ ശൈവരുമത്രേ. അപ്പോൾ അഖണ്ഡത്തെ കണ്ടവർ തന്നെയാണ്, ഖണ്ഡത്തിൽ നിന്ന് അഖണ്ഡത്തെ കണ്ടവർ തന്നെയാണ് ഈ അശുദ്ധ ശൈവരും. ഖണ്ഡങ്ങൾ 9, ആ 9 കണ്ടറിഞ്ഞവരാണ്. അപ്പോൾ 9 ഖണ്ഡങ്ങളെയും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി സാക്ഷാത്കരിച്ചവരാണ് ഈ അശുദ്ധ ശൈവ വിഭാഗത്തിൽപ്പെട്ട ശിവയോഗികൾ. 9 കണ്ഠം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും പഞ്ചഭൂതങ്ങൾ ആണ് അതിൽ പ്രധാനമായിട്ടുമുള്ളത്. പഞ്ചഭൂതങ്ങളെ 5 ഖണ്ഡങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കൂ. ഭൂമി, ജലം, അഗ്നി, ആകാശം, വായു. ഇവയൊക്കെ കണ്ടറിഞ്ഞ പഞ്ചഭൂതങ്ങളെയും കണ്ടറിഞ്ഞ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രഹ്മ, വിഷ്ണു, മഹാശിവ, ബിന്ദുനാഥങ്ങളെയും കണ്ടറിഞ്ഞവർ. അപ്പോൾ ബ്രഹ്മ, വിഷ്ണു, സദാശിവന്മാരെയും പിന്നെ ബിന്ദുനാഥങ്ങളെയും സാക്ഷാത്കരിച്ചവരാണ് ഈ ശിവയോഗികൾ. അപ്പോൾ ശുദ്ധ ശൈവയോഗികൾ തന്നെയാണ് അശുദ്ധ ശൈവ യോഗികളും. അവരുടെ വേഷവിധാനത്തിലുള്ള ചില മാറ്റങ്ങൾ കൊണ്ട് മാത്രമാണ് അവരെ അശുദ്ധ ശൈവത്തിൽപ്പെട്ടവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഈ 9 ഖണ്ഡങ്ങളെയും, അതായത് പഞ്ചഭൂതങ്ങളെ തിരിച്ചറിഞ്ഞവർ, അതേപോലെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ ഉൾക്കൊണ്ടവർ, പിന്നെ അതേപോലെ ബിന്ദുനാഥത്തിൽ എത്തിച്ചേർന്നവർ, ശിവശക്തിയിൽ എത്തിച്ചേർന്നവർ, ഇവർ തന്നെയാണ് ശിവയോഗികൾ. ഇനി നോക്കുക ഭാഗം. ഖണ്ഡങ്ങൾ 9 കണ്ടോരവർ കണ്ടതാകും. ഖണ്ഡങ്ങൾ 9 കണ്ടോരാരും പൊരുള് കാണും. ഈ 9 ഖണ്ഡങ്ങളെയും മനസ്സിലാക്കിയവർ ശിവസാക്ഷാത്കാരം നേടിയവരാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളെയും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെയും ബിന്ദുനാഥങ്ങളെയും സാക്ഷാത്കരിച്ചവരാരോ അവരാണ് ഈ പൊരുളറിഞ്ഞ ശിവയോഗികൾ. പിന്നെ
ഖണ്ഡങ്ങളെല്ലാം കണ്ടോർ, ഖണ്ഡിക്കപ്പെട്ടതാം അഖണ്ഡത്തെ കണ്ടോരാരും ശുദ്ധശൈവര്. അപ്പോൾ ഖണ്ഡങ്ങൾ, ഇത് ഖണ്ഡങ്ങൾ വിഭാഗങ്ങൾ, ഈ വിഭാഗങ്ങളെയെല്ലാം, അതായത് നാനാത്വം, ഈ നാനാത്വത്തെ മുഴുവൻ കണ്ടറിഞ്ഞ് അഖണ്ഡത്തെ സാക്ഷാത്കരിച്ചവർ, ബ്രഹ്മത്തെ സാക്ഷാത്കരിച്ചവർ, ആ ഏകത്വത്തെ സാക്ഷാത്കരിച്ചവർ. അപ്പോൾ നാനാത്വത്തിൽ നിന്ന് ഏകത്വത്തിലേക്ക് എത്തിച്ചേർന്ന അഖണ്ഡജ്ഞാനികളായ ശിവയോഗികളാണ് ഈ അശുദ്ധ ശൈവത്തിൽപ്പെട്ടവർ എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ശുദ്ധശൈവരെ പോലെ തന്നെ ഇവരും സാക്ഷാത്കാരം നേടിയ ശിവയോഗികളാണ്. ഇവർ പഞ്ചഭൂതങ്ങളെയും വേണ്ട പോലെ മനസ്സിലാക്കിയതവരാണ്. അതായത് ഭൂമി, ആകാശം, ജലം, അഗ്നി, വായു, ഇവയുടെ തത്വങ്ങൾ അത്രയും, അതായത് 96 തത്വങ്ങളെയും മനസ്സിലാക്കിയവരാണ് ഈ ശിവയോഗികൾ. അവർ ഖണ്ഡത്തിൽ നിന്ന് അഖണ്ഡത്തിൽ എത്തിച്ചേർന്നവരാണ്, ശിവശക്തിയിൽ എത്തിച്ചേർന്നവരാണ് ഈ ശിവയോഗികൾ. അപ്പോൾ ആത്മസാക്ഷാത്കാരം ലഭിച്ച, ബോധോദയം ലഭിച്ച ശിവയോഗികളെയാണ് അശുദ്ധ ശൈവ വിഭാഗത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ആ ഡ്രസ് കോഡിൽ മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. പിന്നെ നോക്കൂ അടുത്ത ശ്ലോകം. ജ്ഞാനി ഈ ലോകത്തിങ്കലുള്ള ശാസ്ത്രങ്ങളോടെ മൗനത്തെയും ബോധിക്കും, കലയരൂപത്തിനാലും ഭൂമികൾ ഏഴിനെയും വേദാന്തസാരത്തെയും ശിവനോട് തന്നെയും കാണുന്നവർ ഗുണവാനാം. ജ്ഞാനി ഈ ലോകത്തിങ്കലുള്ള ശാസ്ത്രങ്ങളോടെ മൗനത്തെയും ബോധിക്കും. കല 64, അങ്ങനെയാണ്, കല 64 ഭൂമികൾ ഏഴിനെയും വേദാന്തസാരത്തെയും ശിവനോട് തന്നെയും കാണുന്നവർ ഗുണവാനാം. അപ്പോൾ ശിവയോഗിയുടെ പ്രത്യേകതകൾ പറയുകയാണ്. ശിവയോഗിയുടെ പ്രത്യേകത എന്താ? ജ്ഞാനി ഈ ലോകത്തിലുള്ള ശാസ്ത്രങ്ങളൊക്കെയും അറിഞ്ഞവരാണ്. അപ്പോൾ ശിവയോഗികൾ ജ്ഞാനികളാണ്. ജ്ഞാനമാർഗത്തിലൂടെ സഞ്ചരിച്ച് ജ്ഞാനമാർഗത്തെ സാക്ഷാത്കരിച്ചവരാണ്. അതായത് ശാസ്ത്രസത്യങ്ങളെയെല്ലാം ഉൾക്കൊണ്ടവരാണ്. വേദാഗമ പൊരുളിനെ കണ്ടറിഞ്ഞവരാണ് ഈ ശിവയോഗികൾ. അതാണ് ജ്ഞാനമാർഗത്തിലൂടെ മറുകര കണ്ടവരാണ് ശിവയോഗികൾ. അതായത് എല്ലാ ശാസ്ത്ര സത്യങ്ങളെയും എല്ലാ ശാസ്ത്രജ്ഞാനത്തെയും വേദാഗമങ്ങളുടെ പൊരുൾ മുഴുവനും മനസ്സിലാക്കിയവരാണ് ഈ ശിവയോഗികൾ. പിന്നെയോ മൗനത്തെയും ബോധിക്കും. അവർ ഏതവസ്ഥയിലാണ്? മഹാമൗനത്തിൻ്റെ അവസ്ഥയിലാണ്. എല്ലാം അറിഞ്ഞവരാണിവർ. അതുകൊണ്ട് തന്നെ അവർ മൗനികളായിരിക്കും, മഹാമൗനികളായിരിക്കും. പക്ഷേ അവരുടെ മൗനം ഏറ്റവും വലിയ സംഭാഷണം കൂടിയാണ്, ഏറ്റവും വലിയ ഭാഷണം കൂടിയാണത് ഈ മൗനം. മഹാമൗനത്തെ പറ്റി പറയുമ്പോൾ ശരിക്കും നാം ദക്ഷിണാമൂർത്തിയെക്കുറിച്ചിട്ടാണ് ഓർക്കുന്നത്. ദക്ഷിണാമൂർത്തിയുടെ ഈ മൗനം, മഹാമൗനം എന്തിൽ നിന്നുണ്ടായതാണ്? മഹാജ്ഞാനത്തിൻ്റെ ആ അൾട്ടിമേറ്റ് പോയിൻ്റാണ്. മഹാജ്ഞാനം സ്വായത്തമാക്കിയവർ പിന്നെ മിണ്ടില്ല. അതിനു മുമ്പുള്ള അവസ്ഥയിലുള്ളവരാണ് സംസാരിക്കുന്നതും അവർ പലതിനെക്കുറിച്ചും പ്രഭാഷണം നടത്തുന്നവരൊക്കെ. അപ്പോൾ മഹാമൗനത്തിൻ്റെ മുമ്പുള്ള വാചാലതയിൽ പെട്ടവരാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഈ ഉപദേശങ്ങളെല്ലാം നൽകുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന സോപാനത്തിൽ എത്തിച്ചേർന്നവർ മഹാമൗനികളായിരിക്കും. പക്ഷേ ആ മഹാമൗനം എങ്ങനെയുള്ളതായിരിക്കും? വാചാലമായിരിക്കും. ഈ മഹാമൗനികളെ ചെന്ന് കണ്ടാൽ മാത്രം മതി, അവരുടെ സമീപത്തിരുന്നാൽ മാത്രം മതി. അവരുടെ മഹാമൗനം നമ്മിലേക്ക്, സാധകനിലേക്ക് ഒഴുകിയൊഴുകി ആ എല്ലാ പൊരുളിനെയും കാണിച്ചു തരും. ഇതാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം.
ഏറ്റവും ഉന്നതമായ സങ്കല്പമാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം. മഹാഗുരുവിൻ്റെ മഹാമൗനമാണ് ദക്ഷിണാമൂർത്തിയുടേത്. ഒരു ശിവയോഗി ആത്യന്തികമായ തലത്തിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ അയാൾ മഹാമൗനിയായിരിക്കും. പിന്നെ ഒരക്ഷരവും ഉരിയാടില്ല. പക്ഷേ ആ ഉരിയാടാത്ത അക്ഷരങ്ങൾ, ആ മഹാമൗനം വാചാലമായ സത്യത്തെ സാധകർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇതാണ് മഹായോഗികളുടെ മുന്നിൽ ചെന്നിരിക്കുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. അവർ ഒരക്ഷരവും മിണ്ടില്ല. കാരണം അവരുടെ മഹാമൗനം അത്രമേൽ വാചാലമാണ്. ഇതിൽ ശക്തിപാദത്തെ പറ്റി പറയുന്നുണ്ട്. ഈ കാണ്ഡത്തിൽ തന്നെയാണ് ശക്തിപാദത്തെ പറ്റി പറയുന്നുണ്ട്. ആ സമയം ഞാൻ അത് കൂടുതൽ വിശദീകരിക്കുക, എന്താണ് ഈ ശക്തിപാദമെന്ന്. അത് മഹാമൗനികളായ ഈ ദക്ഷിണാമൂർത്തി തലത്തിലേക്ക് എത്തിച്ചേർന്ന മഹാശിവയോഗികൾക്ക് നിഷ്പ്രയാസം കഴിയുന്ന ഒരു സംപ്രേക്ഷണ രീതിവിശേഷമാണ് ഈ ശക്തിപാദം. നമുക്കതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ ജ്ഞാനി ഈ ലോകത്തിങ്കലുള്ള ശാസ്ത്രങ്ങളോടെയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മൗനത്തെയും ബോധിക്കും. പിന്നെയോ കല 64 അയാൾക്ക് സ്വന്തമാണ്. ഈ മഹാമൗനിക്ക് 64 കലകളും സ്വായത്തമാണ്. അതാണ് നമുക്ക് അത്ഭുതം തോന്നുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ചട്ടമ്പി സ്വാമികളെ പറ്റി പറയാം. ചട്ടമ്പി സ്വാമികൾക്ക് ഈ 64 കലകളും സ്വായത്തമായിരുന്നു. അദ്ദേഹം മഹാമൗനത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആളാണ്. മഹാമൗനത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ജനങ്ങൾക്ക്, സാധകർക്ക് വേണ്ടി താഴെ സ്റ്റെപ്പിലേക്ക് താഴേക്ക് ഇറങ്ങി വന്ന ഒരു മഹായോഗിയാണ് ചട്ടമ്പി സ്വാമികൾ. ആ ചട്ടമ്പി സ്വാമികൾ ഈ 64 കലകളെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. അത്ഭുതം തോന്നും. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്നത് അത്ഭുതകരമായ രീതിയിലാണ്. അതായത് എല്ലാവിധ അറിവും നേടിയ ഒരാത്മജ്ഞാനിയുടെ മൗനത്തിൽ നിന്നുണ്ടായ സംഭാഷണങ്ങളാണ് അവയിൽ പലതും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ജീവചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ രീതി. അതിൽ ഏറ്റവും പ്രധാനം സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു, ചിന്മുദ്രയെക്കുറിച്ചിട്ട്. ആ ചിന്മുദ്ര എന്താണ് അത് പ്രത്യേകത കാണിക്കുന്നത് എന്ന് ആർക്കും വിശദീകരിച്ചു കൊടുക്കാൻ സ്വാമി വിവേകാനന്ദൻ്റെ അടുത്ത് വിശദീകരിച്ചു കൊടുക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ ചട്ടമ്പി സ്വാമികളെ കാണുകയും ചട്ടമ്പി സ്വാമികൾ ആ നാഡീഞരമ്പുകൾ എങ്ങനെ ഉത്തേജിക്കപ്പെടുന്നു എന്ന് വിശദമാക്കി കൊടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, കേരളത്തിൽ ഞാൻ അത്ഭുതകരമായ ഒരു മഹാജ്ഞാനയോഗിയെ കണ്ടു എന്നും നിങ്ങൾ അദ്ദേഹത്തെ ചെന്ന് കാണുകൂ എന്നും പറഞ്ഞ് പലരെയും ചട്ടമ്പി സ്വാമികളുടെ അടുത്തേക്ക് അയക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജീവചരിത്രങ്ങളിൽ വായിക്കുന്ന വിവരമാണ്. തൊട്ട് മുമ്പുള്ള ചട്ടമ്പി സ്വാമികളുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടന്നു ചെന്നാൽ ഇതേപോലുള്ള ശിവയോഗികളായ ദക്ഷിണാമൂർത്തികൾ ഈ പുണ്യഭൂമിയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. അവർ 64 കലകളും അതിൻ്റെ പാരംഗതന്മാരായിരുന്നു, അതിൻ്റെ അപ്പുറം കണ്ടവരാണ്. പിന്നെ ഭൂമികൾ 7നെയും വേദാന്തസാരത്തെയും അറിഞ്ഞവർ. 7 സപ്തഭൂമികളെയും അവർ മനസ്സിലാക്കിയവരാണ്. സപ്തഭൂമികളുടെ രഹസ്യങ്ങളും അവർ മനസ്സിലാക്കിയവരാണ്. ഒരു ഭൂമി മാത്രമല്ല, 7 ഭൂമികളുണ്ടെന്നാണ് പറയുന്നത്. ഈ 7 ഭൂമികളെക്കുറിച്ച് ഇനി ശാസ്ത്രം കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ. ആ 7 ഭൂമികളുടെയും മഹാരഹസ്യങ്ങൾ ഈ ശിവയോഗികൾ കണ്ടറിഞ്ഞിരുന്നു. പിന്നെ വേദാന്തസാരവും, വേദാന്ത ആഗമസാരവും അവർ മനസ്സിലാക്കിയിരുന്നു. അവർ അത് മൗനത്തിലൂടെ തൻ്റെ സാധകർക്ക്, തൻ്റെ ശിഷ്യർക്ക് അത് അനുഭവപ്പെടുത്തി കൊടുത്തു. പറഞ്ഞു കൊടുക്കുകയല്ല, അനുഭവപ്പെടുത്തി കൊടുത്തു.
പിന്നെയോ ശിവനോട് തന്നെയും കാണുന്നവൻ ഗുണവാനാം. ശിവൻ തന്നെയായി ഈ ശിവയോഗി മാറുന്നു. അപ്പോൾ ചട്ടമ്പിസ്വാമികളെ പോലെ ഉള്ളവരെ നാം ആ ചട്ടമ്പിസ്വാമികൾ എന്നല്ല വിളിക്കേണ്ടത്, മറിച്ച് മഹാശിവൻ, സദാശിവൻ എന്നൊക്കെയാണ് വിളിക്കേണ്ടത്. അദ്ദേഹം എഴുതുന്ന കത്തുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അത് പലപ്പോഴും ശിവായ എന്ന അക്ഷരത്തിലൂടെയാണ് ആ കത്തുകളെല്ലാം തന്നെ അദ്ദേഹം എഴുതിയത്. സാക്ഷാൽ ശിവൻ തന്നെയായിട്ട് ഈ മഹായോഗികൾ പരിണമിക്കുന്ന കാഴ്ച നാം കാണുന്നു. ഇത് കണ്ടറിയണമെങ്കിൽ, ഈ മഹാശിവയോഗികളുടെ അവസ്ഥ കണ്ടറിയണമെങ്കിൽ നാം പ്രധാനമായിട്ടും കാശ്മീര ശൈവത്തിലേക്ക് കിടക്കണം. അപ്പോഴാണ് ഈ ശിവയോഗികളുടെ മഹത്വം നാം അറിയുന്നത്, അവർ ചെയ്ത സംഭാവനകൾ നാം അറിയുന്നു. അവരുടെ മഹാമൗനത്തിൽ നിന്നുണ്ടായ മഹാജ്ഞാനത്തെക്കുറിച്ച് നാം ബോധവാന്മാരാകുന്നു. ഇത്രയേറെ രത്നങ്ങൾ നമുക്ക് സംഭാവന ചെയ്തിട്ടും നാം ആ മഹാരത്നങ്ങളുടെ വില അറിയുന്നില്ല, അവയെക്കുറിച്ച് പഠിക്കുന്നില്ല എന്നുള്ളത് എന്തൊരു ദയനീയ അവസ്ഥയാണെന്ന് നോക്കൂ. കാശ്മീര ശൈവിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശിവാചാര്യനുണ്ട്, ശിവഗുരുവുണ്ട്. സാക്ഷാ ശിവൻ എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന ഒരാചാര്യൻ്റെ അനേകം ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ പലതും കണ്ടുകിട്ടിയത് തമിഴകത്തു നിന്നാണെന്ന് ഓർക്കണം. ആ മഹാനായ ശിവയോഗിയുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അഭിനവഗുപ്തൻ. കാശ്മീര ദേശത്തുണ്ടായ അഭിനവഗുപ്തൻ്റെ ഈ ശൈവ ദർശനം ശരിക്കും തമിഴകത്തെ തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ്. അദ്ദേഹത്തിന് തമിഴകവുമായിട്ട് വളരെ ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കിട്ടാത്ത പല കൃതികളും ടെയും ആദ്യ കോപ്പി തമിഴകത്തുനിന്ന് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. അഭിനവഗുപ്തൻ്റെ പല കൃതികളുടെയും ആദ്യ കോപ്പി തമിഴകത്തു നിന്നാണ് ലഭിച്ചിട്ടുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ തമിഴകവും അഭിനവഗുപ്തനും തമ്മിലുള്ള ബന്ധം എത്രമേൽ അഗാധമാണെന്ന് നമുക്ക് ഊഹിക്കാം. ഇതാണ് തിരുമന്ത്രത്തിൻ്റെ പ്രസക്തി. ആ തിരുമന്ത്രത്തിലെ ഈ ശൈവ വിഭാഗങ്ങളെക്കുറിച്ച് പഠിച്ച അഭിനവഗുപ്തൻ പിന്നീട് കാശ്മീര ദേശത്ത് ചെന്ന് ശൈവിസത്തിൻ്റെ പല പല തലങ്ങളെ സമന്വയിപ്പിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. അതായത് തിരുമന്ത്രത്തിൽ തിരുമൂലദേവൻ എന്താണോ ചെയ്തത് അതാണ് കാശ്മീര ശൈവിസത്തിൽ അഭിനവഗുപ്തൻ ചെയ്തു വച്ചത്. ഞാനത് ഉദാഹരണം കുറച്ച് ഭാഗങ്ങൾ അഭിനവഗുപ്തനെ പറ്റി പറഞ്ഞു പോയാൽ ഒരു 4-5 വർഷം കൊണ്ടേ അത് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെ തന്ത്രലോകത്തെക്കുറിച്ച്, തന്ത്രസാരത്തെക്കുറിച്ചിട്ട്, അതുപോലെ പൃഥ്വിജ്ഞയെക്കുറിച്ചുള്ള അനേകം ഗ്രന്ഥങ്ങളെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് കാലം തന്നെ വേണ്ടി വരും. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ കൂട്ടായൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടത്. പക്ഷേ നമ്മുടെ സംസ്കൃത യൂണിവേഴ്സിറ്റിയൊക്കെ എത്ര പിന്നിലാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ ചെയ്യേണ്ട പല ജോലികളും ചെയ്തില്ല. എനിക്കറിയാം, സംസ്കൃത സർവകലാശാല രൂപവത്കരിക്കപ്പോൾ ശങ്കരാചാര്യരുടെ പേരിൽ രൂപീകരിക്കപ്പെട്ട ഈ സംസ്കൃത സർവകലാശാലയിൽ ഭാരതത്തിൻ്റെ ഈ ദാർശനിക ലോകത്തിൻ്റെ നിഗൂഢതകളെ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു ശ്രമമാണ് നടത്തേണ്ടത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല രൂപവത്കരിച്ചത്. പക്ഷേ ഇന്നത്തെ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഈ ശൈവത്തിലെ ശാഖകൾ ഏതൊക്കെയാണ്? അത് കാശ്മീര ദേശത്ത് പടർന്ന് പന്തലിച്ചിരുന്നു. തമിഴകത്തെ ശൈവ സിദ്ധാന്തം വിടർന്ന് വികസിച്ചത് കാശ്മീര ദേശത്താണെന്ന് ഓർക്കുക. അവിടെ പ്രധാനമായിട്ട് 4 വിഭാഗം ശൈവ സാധ്യതകൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് നോക്കൂ. സ്പന്ദം, പ്രത്യഭിജ്ഞ, ക്രമം, കുലം. ഇങ്ങനെ 4 തരത്തിലുള്ള ശൈവ വിഭാഗങ്ങൾ. അതായത് തിരുമന്ത്രത്തിൽ പറഞ്ഞ ഈ ശുദ്ധശൈവം, അശുദ്ധശൈവം, ശുദ്ധാശുദ്ധശൈവം, അതിശുദ്ധ ശൈവം എന്നൊക്കെ പറയുന്ന 4 വിഭാഗങ്ങൾ പിന്നീട് വികാസം പ്രാപിച്ച് കാശ്മീര ദേശത്ത് ചെന്നപ്പോൾ എന്തായി മാറി? സ്പന്ദം, പ്രത്യഭിജ്ഞ, ക്രമം, കുലം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി
വളരെ പന്തലിച്ച് കിടക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയ സംക്ഷിപ്ത വിവരങ്ങൾ തന്നെ ഗവേഷകന്മാർക്ക് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇതിലെ സ്പന്ദത്തിൽ വസുഗുപ്തൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിന് വളർച്ച വളരെയധികം, ഈ സ്പന്ദവാദത്തിന് ഏറ്റവും കൂടുതൽ വികാസം കൊടുത്തത്. അത് കഴിഞ്ഞിട്ട് കല്ലടൻ എന്ന് പറഞ്ഞൊരു ആചാര്യൻ ഉണ്ടായിരുന്നു. പിന്നെ മുകുളൻ എന്ന് പറഞ്ഞ ഒരു ആചാര്യൻ വന്നു. പിന്നെ ഭട്ടേന്ദുരാജൻ. ഇങ്ങനെയുള്ളവരാണ് ഈ സ്പന്ദ ദർശനത്തെ കാശ്മീര ശൈവിസത്തിൽ വളർത്തി പന്തലിപ്പിച്ചു കൊണ്ടുവന്നത്. പിന്നെ അടുത്തത് പ്രത്യഭിജ്ഞയാണ്. അതാണ് അഭിനവഗുപ്തനെ കൂടുതൽ ആകർഷിച്ചത്. അതിൻ്റെ ആരംഭം നാം കാണുന്നത് സോമാനന്ദനിലാണ്. പിന്നെ ഉൽപ്പലദേവൻ, പിന്നെ ലക്ഷ്മണഗുപ്തൻ, ഇവരൊക്കെയാണ് പ്രത്യഭിജ്ഞയെ വളർത്തിക്കൊണ്ടുവന്നത്. ആ പ്രത്യഭിജ്ഞയ്ക്ക് ശാസ്ത്രീയമായ ഒരു അടിത്തറ കൊടുത്ത ആളാണ് അഭിനവഗുപ്തൻ. ഈ അഭിനവഗുപ്തനാണ് സ്പന്ദത്തെയും ക്രമത്തെയും കുലത്തെയും ഈ പ്രത്യഭിജ്ഞയിൽ ലയിപ്പിച്ചത്. അതൊരു വലിയ കാര്യമാണ് ഈ സമന്വയ പ്രക്രിയ. പിന്നെ അടുത്ത ക്രമമാണ്. ഈ ക്രമസമ്പ്രദായത്തിൽ ഏറ്റവും ആദ്യത്തെ മഹാനായ യോഗിവര്യൻ ശിവയോഗി ഭൂതിരാജനാണ്. പിന്നെ ഹേലരാജൻ എന്ന് പറഞ്ഞൊരാളുണ്ട്. പിന്നെ കുലത്തിൽ ഭൈരവൻ, സുമതിനാഥൻ, ശംഭുനാഥൻ എന്നിങ്ങനെയുള്ളവരുണ്ട്. ഈ 4 വിഭാഗത്തെയും ഒന്നിപ്പിച്ചിട്ടാണ് അഭിനവഗുപ്തൻ തൻ്റെ കൃതികൾ അത്രയും രചിച്ചത്. ആരൊക്കെ? അതിലേറ്റവും പ്രധാനം ഭട്ടേന്ദുരാജനെയും അതേപോലെ ലക്ഷ്മണഗുപ്തനെയും, പിന്നെ ക്രമത്തിലെ ഹേലരാജനെയും കുലത്തിലെ ശംഭുനാഥനെയും ഒന്നിപ്പിക്കുന്ന ഒരു സമന്വയ പ്രക്രിയയാണ് അഭിനവഗുപ്തൻ ചെയ്തത്. അഭിനവഗുപ്തൻ്റെ കൃതികളെല്ലാം തന്നെ ഈ സമന്വയത്തിൻ്റെ, ഈ 4 വിഭാഗത്തിൻ്റെ സമന്വയത്തിൻ്റെ കഥയാണ് നമ്മളോട് പറയുന്നത്. അഭിനവഗുപ്തൻ്റെ ദർശനത്തെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. ഞാൻ ഇതിലെ ഗവേഷകരായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം കുറച്ച് കാര്യങ്ങൾ പറയാം. അഭിനവഗുപ്തൻ സംഗ്രഹിച്ച ഈ 4 സിദ്ധാന്തങ്ങളുടെയും സംഗ്രഹത്തെക്കുറിച്ച് സ്വല്പം കുറച്ച് പറയാം. പ്രപഞ്ചം മഹേശ്വരൻ്റെ ഇച്ഛാനുസാരം ആവിർഭവിക്കുകയും വിലയം കൊള്ളുകയും ചെയ്യുമെന്നതിനാൽ കാശ്മീരത്തിലെ ശൈവാദ്വൈതത്തെ സ്വാതന്ത്ര്യവാദമെന്ന് പറയുന്നു. അഭിവ്യക്തിയുടെ വീക്ഷണകോണിൽ നിന്ന് അതിനെ ആഭാസവാദമെന്നും പറയുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ മയിലിൻ്റെ എല്ലാ നിറങ്ങളും മുട്ടയുടെ കരുവിൽ അന്തർലീനമായി വർത്തിക്കുന്നത് പോലെ വ്യത്യസ്ത തരം ആഭാസങ്ങളെല്ലാം തന്നെ ആത്യന്തിക ചൈതന്യവുമായി താതാത്മ്യത്തോടെ വർത്തിക്കുന്നു. ഈ സാദൃശ്യ കൽപ്പനയെ മയൂരാണ്ട ന്യായമെന്ന് പറയുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് മയൂരാണ്ടരസ ന്യായമെന്ന്. അതൊരു പ്രത്യേക ന്യായമാണ്. ഈ മയിലിൻ്റെ മുട്ട, ആ മയിലിൻ്റെ മുട്ടയിൽ മയിലിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും അതിൻ്റെ ബാഹ്യമായ വിശേഷങ്ങളും എല്ലാം തന്നെ അന്തർലീനമായിരിക്കുന്നു. നമ്മൾ പറയില്ലേ ആലിൻ്റെ വിത്തിൽ ആല് തന്നെ നിറഞ്ഞിരിക്കുന്നു. ഇതാണ് കാശ്മീര ശൈവിസത്തിൽ പറയുന്നത് മയൂരാണ്ടരസ ന്യായം എന്നാണ്. മയിലിൻ്റെ മുട്ടയിൽ കാണപ്പെടുന്നതെല്ലാം തന്നെ മയിലിൻ്റെ എല്ലാ ആകൃതി വിശേഷങ്ങളുമാണ്. ശൈവദർശനത്തിൽ പ്രപഞ്ചത്തിൻ്റെ അഭിവ്യക്തിയുടെ പ്രക്രിയയെ വിശദീകരിക്കാൻ പലപ്പോഴും ഉപയോഗിക്കുന്നത് ഈ ന്യായത്തെയാണ്. ഈ ന്യായം വെച്ചുകൊണ്ടാണ് ശൈവദർശനത്തെ കാശ്മീര ദേശത്ത് വിശദീകരിക്കുന്നത്, പ്രപഞ്ചത്തിൻ്റെ അഭിവ്യക്തിയെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ ആചാര്യൻ അഭിനവഗുപ്തനാണ്. ഇത് ദാർശനിക ലോകത്ത് മാത്രമല്ല, ഇത് സാഹിത്യ ലോകത്തിലേക്കും ഇതിനെ കാവ്യ ലോകത്തിലേക്കും അഭിനവഗുപ്തൻ വളർത്തുന്നുണ്ട്. അഭിനവഗുപ്തൻ്റെ ദർശനം, ഈ അഭിവ്യക്തി ദർശനം അദ്ദേഹത്തിൻ്റെ ശൈവ ദർശനത്തിൽ മാത്രമല്ല, അദ്ദേഹം തന്നെ ഒരു വലിയ കവി കൂടിയായിരുന്നു, സാഹിത്യകാരൻ കൂടിയായിരുന്നു. അതുകൊണ്ട് സാഹിത്യത്തിലേക്കും അദ്ദേഹം ഈ ദാർശനിക ചിന്തയെ വ്യാപിപ്പിക്കുന്നു.
അതിൻ്റെ പേര് അഭിവ്യക്തിവാദം എന്നാണ്. സംസ്കൃത സാഹിത്യത്തിലെ നിരൂപണത്തിൽ കാവ്യ ആത്മാവിനെ കണ്ടെത്താൻ ഉതകുന്ന ഏറ്റവും നല്ല നിരൂപണ രീതിവിശേഷമാണ് അഭിവ്യക്തി ദർശനം. ഇത് വച്ചിട്ട് കാളിദാസൻ്റെ കൃതികളെ നമുക്ക് പഠിക്കാം. ഈ അഭിവ്യക്തി ദർശനം വച്ചിട്ട് കാളിദാസൻ്റെ കൃതികളെ മലയാളത്തിൽ ഇന്നേവരെ ആരും പഠിച്ചിട്ടില്ല. കാളിദാസൻ്റെ ശാകുന്തളം ഇതൊക്കെ പറഞ്ഞു പോയാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി സാഹിത്യത്തിലേക്ക്, പഴയ എൻ്റെ സാഹിത്യ ജീവിതത്തിലേക്ക് ഞാൻ എത്തിച്ചേരും. അതുകൊണ്ട് നിയന്ത്രിക്കുകയാണ്. ഈ അഭിവ്യക്തിവാദത്തെ, അഭിനവഗുപ്തൻ്റെ അഭിവ്യക്തിവാദത്തെ കാളിദാസൻ്റെ ശാകുന്തളത്തിലേക്ക് എടുത്തുവിട്ടാൽ ശാകുന്തളം എന്നുള്ളത് കേവലം ഒരു പ്രണയകഥയല്ല, മറിച്ച് അത് ശിവജീവനാണ്, ശിവജീവിതമാണ്, ശിവദർശനമാണ്. ഇവിടെ ദുഷ്യന്തൻ എന്നുള്ളത് ശിവനായി പരിണമിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. ഇത് മേഘസന്ദേശത്തിൽ വരുമ്പോൾ ഇത് വളരെ വളരെ കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. നമുക്ക് സാഹിത്യമല്ല വിഷയം എന്നുള്ളതുകൊണ്ട് അഭിനവഗുപ്തൻ്റെ ഈ ദർശനത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ യൂണിവേഴ്സിറ്റികളിലുള്ള അധ്യാപകർ ഇനിയെങ്കിലും അഭിനവഗുപ്തൻ്റെ ആ സാഹിതീ ദർശനത്തെ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്തുടരാൻ ശ്രമിക്കണം. അവർ വിശ്വസിച്ചാലുമില്ലെങ്കിലും എതിർത്താലുമില്ലെങ്കിലും അത് എന്താണെന്നെങ്കിലും സംസ്കൃത യൂണിവേഴ്സിറ്റി അധ്യാപകരെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മലയാളത്തിൽ ഈ അഭിനവഗുപ്തൻ്റെ ദർശനത്തെ ആദ്യമായിട്ടും അവസാനമായും ഉൾക്കൊണ്ട ഒരേ ഒരു നിരൂപക ഡോക്ടർ എം ലീലാവതിയാണ്. അവർ എഴുതിയൊരു പുസ്തകത്തിൻ്റെ പേര് സത്യം ശിവം സുന്ദരം എന്നാണ്. ഇത് അഭിനവഗുപ്തൻ്റെ ശൈവദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് രചിച്ച ഒരു നിരൂപണ സമ്പ്രദായമാണ്. ഈ നിരൂപണ സമ്പ്രദായത്തെ വെസ്റ്റേൺ സൈക്കോളജിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റും, അത് യുങ്ങിയൻ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റും. കളക്റ്റീവ് അൺകോൺഷ്യസ്, സൂപ്പർ മൈൻഡ് എന്നൊക്കെ പറയാവുന്ന ഒരു തലത്തെക്കുറിച്ചുള്ള ഇനി വരാനിരിക്കുന്ന നമ്മുടെ മലയാള നിരൂപണം ഈ രീതിയിലായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ നമ്മുടെ യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് ഇതിലൊന്നും ഒരു താല്പര്യമില്ല. അതുപോട്ടെ, പിന്നെ കവിതയുടെ കാര്യത്തിലും ഈ പുതിയ തലമുറ ഈ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും പുതിയ കവികളുടെ കൂട്ടത്തിൽപ്പെട്ട വിജയലക്ഷ്മിയുടെ കവിത. വിജയലക്ഷ്മിയുടെ മിക്കവാറും എല്ലാ കവിതകളിലെയും ആന്തരിക ധാര ശൈവമാണ്. അത് അഭിനവഗുപ്തൻ്റെ കാവ്യരീതി ശാസ്ത്രം അനുസരിച്ച് വ്യാഖ്യാനിച്ചാൽ മലയാളത്തിലെ ഏറ്റവും വലിയ കവി എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ടത് വിജയലക്ഷ്മിയാണെന്ന് പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. സാഹിത്യം ഞാൻ കൈവിട്ടു പോയ ഒരു ശാഖയാണ്. ദാർശനികതയിൽ മാത്രമേ ഇപ്പോൾ താല്പര്യമുള്ളൂ. ഈ രംഗങ്ങളൊക്കെ വിശദീകരിക്കുന്ന ശൈവത്തിൻ്റെ ഒരുപാട് കവിതകൾ 18 സിദ്ധന്മാരുടെ കാവ്യലോകത്തിലുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവി എന്ന് പറയുന്നത് വിപ്ലവകാരിയായ ശിവവാക്യരാണ്. ശിവവാക്യരുടെ പാടലുകളിൽ ചിലത് ഈ അശുദ്ധ ശൈവത്തെയും ശുദ്ധ ശൈവത്തെയൊക്കെ വിശദീകരിക്കുന്ന ഭാഗങ്ങളുണ്ട്. ഞാൻ അതിൽ 1-2 പാടലുകൾ മാത്രം മലയാളീകരിച്ച് പറയാം. ഇതാ നോക്കൂ. ഇടക്കൺ ചന്ദ്രൻ വലക്കൺ സൂര്യൻ, ഇടക്കരമതിൽ ശംഖുചക്രം, വലക്കരത്തിൽ മാൻമഴു. ഇതാണ് കാളിദാസൻ്റെ കവിതയിലെ ആദ്യ ശ്ലോകത്തിൽ, ശാകുന്തളത്തിൻ്റെ ആദ്യ ശ്ലോകത്തിൽ കാണുന്ന മാനിനെ വേട്ടയാടിക്കൊണ്ടാണ് ആ കവിത തുടങ്ങുന്നത് തന്നെ. അതിലെ മാൻ എന്നുള്ളത് ഈ മനസ്സാണ്, അത് ആണ്. പിന്നെ മഴു. എടുത്ത പാദവും നീൾജടയുമായി ദിശയ്ക്കപ്പുറം ഉടൽ കലർന്ന് നിന്ന് മായം ആര് കാണുന്നവർ. എദ്ദിശയ്ക്കും എவ்வுയിരിനും അപ്പനായ പുരാൻ, ശക്തിയാർന്ന വിത്തിനുള്ളിലായി മുളച്ചുയർന്ന തപച്ചുടർ, ചിത്തം തെളിവാർന്ന് വേദക്കോവിലും തുറന്നിടിൽ, അത്തൻ ആടൽ കണ്ട
പിന്നടങ്ങും ആടലും കണ്ടിടാം. അതൊക്കെ വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് നേരം വേണ്ടി വരും. നമുക്ക് തൽക്കാലം നിർത്താം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.